ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു വീക്ക് നല്ലൊരു വീക്കായിരുന്നു. കാരണം 3 പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ, അവരുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് ആ ഒരു ജോബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ഹാപ്പിനെസ് ഹിയർ ഇൻ മൈ കമൻറ്റ് ബോക്സ്. അപ്പോൾ ഞാനതിൽ ഇൻഫ്ലുവൻസ് ആയിന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ താങ്ക്സ് എ ലോട്ട്. എനിക്ക് അങ്ങോട്ടാണ് താങ്ക്സ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ എല്ലാവർക്കും തന്നെ ജോബ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ ദുആ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതിൻ്റെയൊക്കെ ഹാപ്പിനെസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെസൺ പ്ലാൻ ഉണ്ടാക്കുക, PPT ഉണ്ടാക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ടീച്ചിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തരുന്ന വർക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിൽ അയക്കേണ്ട ഫോമാറ്റ്സ് ആയിരിക്കാം. അതിനൊക്കെ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, AI ടൂൾസ്. സോ അതിൻ്റെ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ChatGPT ആണ്. അപ്പോൾ ChatGPT എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ChatGPT അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് കോപൈലറ്റ് ആപ്ലിക്കേഷൻ. ഗൂഗിളിൻ്റെയാണത്. സോ അതിൽ നമുക്ക് അത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ബെനഫിഷ്യൽ ആയിട്ടുള്ള സൈഡ് എന്നൊക്കെ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം എവ്രി വൺ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ കോപൈലറ്റ് നോക്കാൻ പോവാണ്. ഗൂഗിളിൽ പോകുന്നു, എന്നിട്ട് COPILOT ഓക്കെ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നതാണ് മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്. ക്ലിക്ക് ഓൺ ഇറ്റ്. കണ്ടോ, ഏറ്റവും താഴെ ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ആസ്ക് മീ എനിത്തിങ് എന്നുള്ള ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ സൈൻ ഇൻ ചോദിക്കും. അപ്പോൾ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആസ്ക് മീ എനിത്തിങ് ഇതെങ്ങനെയാണ് നമുക്കിത് ടീച്ചിങ്ങിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് ഞാൻ പറയാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഗിവ് മീ എ ലെസൺ പ്ലാൻ on the topic force for ഗ്രേഡ് അടിക്കാം. ഞാനിവിടെ ഇയർ 6 കൊടുക്കുകയാണ്. ദെൻ സി ലെസൺ പ്ലാൻ ഇവിടെ വരുന്നുണ്ട്. ഗ്രേഡ് 6 എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. 60 മിനിറ്റ്സിൻ്റെയാണ്. നിങ്ങൾക്ക് 40 മിനിറ്റ്സ് ആണ് വേണ്ടെങ്കിൽ അത് അവിടെ സ്പെസിഫിക്കലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലെസൺ ഔട്ട്ലൈൻ, ഇൻട്രൊഡക്ഷൻ 10 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്, ഹൂക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഡിസ്കഷൻ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് 15 മിനിറ്റ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഗൈഡഡ് പ്രാക്ടീസ് 15 മിനിറ്റ്സ് വരുന്നുണ്ട്, പ്രൊസീജിയറും എല്ലാം അടക്കം വരുന്നുണ്ട്, ഡിസ്കഷൻ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് 10 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്, അസസ്മെൻറ്റ് 5 മിനിറ്റ്സ്, ക്വിസ്, പിന്നെ ക്ലോഷർ 5 മിനിറ്റ്സിൻ്റെ, ഹോംവർക്ക്, ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റീസ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന അടിപൊളിയൊരു ലെസൺ പ്ലാൻ കിട്ടി. നമുക്കിനി ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രീതിയിലേക്ക് ആക്കാം. 40 മിനിറ്റ്സിൻ്റെ ആണെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റാം. അതുപോലെ ഇനി സ്പെസിഫിക്കലി 40 മിനിറ്റ്സിന് തന്നെ വേണമെങ്കിൽ അങ്ങനെ 40 മിനിറ്റ്സും കൂടി അടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈമിലുള്ള ലെസൺ പ്ലാൻ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ കയ്യിൽ ലെസൺ പ്ലാൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി ഇവിടെ ടോപ്പിക് റിലേറ്റഡ് ഒരു എന്താ പറയുക വർക്ക്ഷീറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഗിവ് മീ 10 questions for a worksheet for grade 10 IGCSE എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കരിക്കുലം തന്നെയാണ് ഞാനിപ്പോൾ ചോദിച്ചേക്കുന്നത്. 10 ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. വർക്ക്ഷീറ്റിന് വേണ്ടിയിട്ട് 10 ക്വസ്റ്റ്യൻസ്. ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന സെയിം ടോപ്പിക്. നമ്മൾ ആദ്യം ചോദിച്ചത് ഏത് ടോപ്പിക്കാണോ അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക.
ഇനിയിപ്പോൾ വേറെ ടോപ്പിക്ക് മാറ്റണമെങ്കിൽ ആ ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങോ അല്ലെങ്കിൽ ATP ആൾട്ടർനേറ്റീവ് ഫോർ പ്രാക്ടിക്കൽസ്, ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വേണമെങ്കിൽ അത് സ്പെസിഫിക്കലി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും ഇവിടെ കാണിക്കും കേട്ടോ. ഡിസ്ക്രൈബ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് MCQയും പിന്നെ വരുന്നത് ഡിഫൈൻ, എക്സ്പ്ലെയിൻ, കാൽക്കുലേറ്റ്, ഡിസ്ക്രൈബ് എന്നുള്ള ഹൈ ഓർഡർ തിങ്കിങ് ആയിട്ടുള്ളതാണ്. പിന്നെ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാതെ സ്മാർട്ടായിട്ട് തന്നെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഈ കോപ്പൈലറ്റ്. സോ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് കൂടുതലും കോപ്പൈലറ്റ് യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ChatGPT, എന്നാലും അതിൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് നമുക്ക് കോപ്പൈലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കോഡിങ്ങും കാര്യങ്ങളുമൊക്കെ PPTക്കുള്ള കോഡിങ്ങൊക്കെ കിട്ടും. അപ്പോൾ കോഡിങ് അറിയാവുന്നവർക്ക് PPT ഉണ്ടാക്കാനും ഇത് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. എനിക്കിതിൽ കൂടുതൽ വിവരമില്ല. ഇപ്പോൾ എന്താ പറയുക, PPTയുടെ കോഡിങ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദേ വിൽ ഗീവ്. ഫോഴ്സ് PPT കോഡിങ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോഡിങ്ങിൽ കാണിക്കും. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ PPTയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് സ്ലൈഡ്സും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോപ്പൈലറ്റിൻ്റെ യൂസേജസ്. മാത്രമല്ല ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് എന്തൊരു വർക്ക് നമുക്ക് വന്നാലും അതിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മെയിൽ അയക്കണമെങ്കിലും കാര്യങ്ങൾക്കും ഒക്കെ ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ടീച്ചിങ് ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. അവർക്ക് അവരുടെ BEdന്റെ സമയത്താണെങ്കിലും സെർച്ച് ചെയ്ത് സെമിനാർസും PPTസും ലെസൺ പ്ലാനും ഒക്കെ അവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഇപ്പോൾ കരിക്കുലം മാപ്പിംഗ് ആണെങ്കിലും അതെല്ലാം നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കും കൂടി അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടേക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye dears.